Hi, dear students. Yesterday, we studied a part of the poem What Work Is by Philip Levin. It describes the theme of solidarity of workers. ഈ വർക്കേഴ്സിന്റെ യൂണിറ്റിയെ കുറിച്ചാണ് ഈ കവിത പറയുന്നത്. The poem starts with the first person plural we. We stands for workers. ഞങ്ങൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇവിടെ ഞങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കേഴ്സ് ആണ്. The workers are standing in a queue at Ford Highland Park. ഈ ഫോർഡ് ഹൈലാൻഡ് പാർക്കിൽ ഒരു ക്യൂ ആയിട്ട് വർക്കേഴ്സ് നിൽക്കുകയാണ്. They are tired. They are tired standing in a queue. They shift their weight from one foot to another. ഇങ്ങനെ നിന്ന് മടുത്തവരാണ്. ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് അവരുടെ വെയിറ്റ് മാറ്റി അവരങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങൾ. ലൈറ്റ് റെയിൻ ഈസ് ഫാളിംഗ് ലൈക്ക് മിസ്റ്റ് പോലെ, മൂടൽ മഞ്ഞ് പോലെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇറ്റ് ബ്ലേഴ്സ് ദെയർ വിഷൻ. അവരുടെ ഈ മഴ പെയ്യുന്നത് കൊണ്ട് ദേ കനോട്ട് സീ ദ തിങ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അവരുടെ മുമ്പിലുള്ള കാര്യങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നില്ല. അവരുടെ വിഷനെ ഡിം ചെയ്യുന്നുണ്ട്. ദേ കാൻ സീ ദ ഫേസസ് ഓഫ് പീപ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദം. അവരുടെ മുമ്പിലുള്ള ആളുകളുടെ മുഖമൊന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ല. The most disappointing thing is that when their turn comes, the owner of the factory or the supervisor might say there is no job on that day. അപ്പോ ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറയുന്നതാണ്, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറെ സമയമായി കഴിയുമ്പം ഫാക്ടറിയുടെ ഓണർ അല്ലെങ്കിൽ അതിന്റെ സൂപ്പർവൈസർ വന്നിട്ട് പറയും ഇന്ന് ജോലിയില്ല. അപ്പൊ അവർക്ക് പിരിഞ്ഞു പോകേണ്ടി വരും. In spite of all that, the wait patiently. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ വളരെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ്. All these thing we came across yesterday. Now let us begin. തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. Please take page number 40. You love your brother. Now suddenly you can hardly stand the love flooding you for your brother. You love your brother. നിങ്ങൾ നിങ്ങളുടെ ബ്രദറിനെ സ്നേഹിക്കുന്നുണ്ട്. You have love towards him. നിങ്ങളുടെ ബ്രദറിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. ബട്ട് എന്താ പ്രശ്നം എന്താ? You can hardly stand the love flooding for your brother who is not beside you or behind or ahead, because he is at home trying to sleep off a miserable night shift. Now suddenly you think of your brother who is not here. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇല്ല ബ്രദർ. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ബ്രദറിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. he is not here in the line. you are in a queue. നിങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. ആ ലൈനിൽ നിങ്ങളുടെ ബ്രദറിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. he had worked the miserable night shift at Cadillac. ഈ കാഡിലാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ നിങ്ങളുടെ ബ്രദർ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്തിരിക്കുകയാണ്. അപ്പൊ നൈറ്റ് ഷിഫ്റ്റിൽ ബ്രദർ ജോലി ചെയ്യായിരുന്നു കാഡിലാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് ബ്രദർ വന്നതാണ്. എന്നിട്ട് ഇപ്പൊ ബ്രദർ എന്ത് ചെയ്യാണ്? ആൻഡ് നൗ ഹി ഈസ് സ്ലീപ്പിംഗ് അറ്റ് ഹോം. ഇപ്പൊ വീട്ടിൽ കിടന്ന് ബ്രദർ ഉറങ്ങുകയാണ്. അതുകൊണ്ട് പിന്നെ യു ക്യാൻ സീ യുവർ ബ്രദർ ഇൻ ദ ലൈൻ, ഇൻ ദ ക്യൂ. ഓക്കെ, മനസ്സിലായില്ലേ? You love your brother. Now suddenly you can hardly stand the love flooding you for your brother. നിങ്ങളുടെ ബ്രദറിനോട് നിങ്ങൾക്ക് ഇഷ്ടം മാത്രം ഭയങ്കരമായ സ്നേഹമുണ്ട്. But now you cannot show the love towards him because he is not there in the line. ലൈനിൽ ഇപ്പൊ ഇല്ല. എവിടെയാണ്? പിന്നെ അവൻ ലൈനിലില്ല, ബിഹൈൻഡ് ഇല്ല, നിങ്ങളുടെ പിറകിലില്ല, എഹഡ് ഇല്ല, നിങ്ങളുടെ മുമ്പിലില്ല. Because he is home trying to sleep off miserable night shift. രാത്രിയിൽ പിന്നെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് now he is sleeping. He is trying to sleep. ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. So he can get up before noon to study his German. ഇപ്പോഴെന്തിനാണ് അവൻ കിടന്നുറങ്ങുന്നത് ഈ പകല്?
then only he can wake up at noon. അങ്ങനെയാണെങ്കിൽ അവന് ഉറങ്ങാൻ കഴിയുള്ളൂ. എന്തിനാണ് അവന് ഉണരാൻ കഴിയുള്ളൂ? നൂണിൽ ഉച്ചയ്ക്ക് ഉണരാൻ കഴിയുള്ളൂ. എന്തിനാണ് ഉച്ചയ്ക്ക് അവന് ഉണരുന്നത്? ഹി ഹാസ് ടു സ്റ്റഡി ജർമ്മൻ. അവന് ജർമ്മൻ പഠിക്കേണ്ടതുണ്ട്. ഹി ഹാസ് ടു സ്റ്റഡി, ഹി ഹാസ് ടു ലേൺ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവനിപ്പം ഉറങ്ങിയേ മതിയാവും. ഹി ഹാസ് ടു ഗെറ്റ് അപ്പ് ബിഫോർ നൂൺ മുമ്പ് അവൻ എണീക്കണം. എന്നാൽ മാത്രമേ ജർമ്മൻ പഠിക്കാൻ കഴിയൂ. works 8 hours a night so he can sing Wagner, the opera you hate most, the worst music ever invented. But works 8 hours a night after his work at night. രാത്രിയിലുള്ള അവന്റെ ജോലിക്ക് ശേഷം. അപ്പൊ ഹീസ് വർക്കിംഗ് 8 hours at night. രാത്രിയിൽ 8 മണിക്കൂർ ജോലി ചെയ്യും. അത് അങ്ങനെ ജോലി ചെയ്തെങ്കിൽ മാത്രമേ സോ ഹി ക്യാൻ സിംഗ് വാഗ്നർ, ദ ഓപ്പറ യു ഹേറ്റ് മോസ്റ്റ്. നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഓപ്പറ. ആരുടെ? വാഗ്നർ എന്ന് പറയുന്ന കമ്പോസറുടെ ഓപ്പറ പാടാൻ അവന് താല്പര്യമുണ്ട്. അത് പാടണമെങ്കിൽ ഹി ഹാസ് ടു വർക്ക് ഇൻ ദ നൈറ്റ്. രാത്രിയില് നൈറ്റ് ഷിഫ്റ്റില് അവൻ ജോലി ചെയ്തെങ്കിലേ സാധിക്കും. ദ വേർസ്റ്റ് മ്യൂസിക് അവർ ഇൻവെന്റഡ്. ഈ ഓപ്പറ ഏറ്റവും മോശമായ ഒരു മ്യൂസിക്, ഏറ്റവും മോശമായ മ്യൂസിക്കാണ്. അങ്ങനെയാണെങ്കിലും ഹി ലൈക്സ് ഇറ്റ്. അവനത് ഇഷ്ടമാണ്. അതുകൊണ്ട് അവനത് ചെയ്യണമെങ്കിൽ ഹി ഹാസ് ടു വർക്ക് ഇൻ ദ നൈറ്റ് ഷിഫ്റ്റ്. അപ്പോ ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് യു ടോൾഡ് ഹിം യു ലവ്ഡ് ഹിം? It has been very long since you told your brother you loved him. നിങ്ങൾ നിങ്ങളുടെ ബ്രദറിനോട് അവനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടോ? How long has it been since you told him you loved him? Held his wide shoulder, opened your eyes wide, and said those words, and maybe kissed his cheeks. That's a question. It has been very long since you told your brother you loved him. It has been long since you held his wide shoulder and said those words with your eyes wide open. നിങ്ങളുടെ കണ്ണുകൾ തുറന്നു അവനോട്, നിങ്ങളുടെ ബ്രദറിനോട് നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാലം ഒരുപാടായിട്ടുണ്ടാവും. അവന്റെ വൈഡ് ഷോൾഡേഴ്സിൽ, അവന്റെ വീതിയേറിയ തോളുകളിൽ നിങ്ങൾ പിടിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹപൂർവം, എടാ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ടുണ്ടോ? And maybe kissed his cheeks. It has been long since you kissed his cheek. അവന്റെ കവിളിൽ നിങ്ങൾ ഉമ്മ വെച്ചിട്ടും ഒരുപാട് കാലമായിട്ടുണ്ടാവും. അത് സ്നേഹത്തിന്റെ പ്രതീകം. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ അടുത്ത് വിളിക്കുന്നു, അവന്റെ വീതിയേറിയ തോളുകളിൽ കൈകൾ വയ്ക്കുന്നു, അവനെ ചേർത്ത് നിർത്തുന്നു, അവനോട് അവന്റെ കണ്ണുകളിൽ നോക്കി പറയുന്നു, ഐ ലവ് യു സോ മച്ച് മൈ ഡിയർ ബ്രദർ, എന്നിട്ട് അവന്റെ കവിളിൽ ചുംബിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ടുണ്ടാവും. You never done something so simple, so obvious, not because you are too young or too dumb. You never done something. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്തില്ല. You never kissed him. You never held his hand, held his shoulder. You never told him you love him, looking into his eyes. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾ അവനെ ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. You have never done such a thing. So simple. It is very simple. So obvious, so clear. വളരെ വ്യക്തമായ, വളരെ ലളിതമായ ഈ കാര്യം നിങ്ങൾ ചെയ്തില്ല. Why? Not because you are too young. നിങ്ങൾ ഒരുപാട് ചെറുതായതുകൊണ്ടല്ല. If you are too young, you may not be able to
ഓ ടെൽ സച്ച് തിങ്സ്. നിങ്ങൾക്ക് അത്ര ചെറുപ്പമാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. നോട്ട് ബിക്കോസ് യു ആർ ടു ഡംബ്. നിങ്ങൾ വളരെ ഫൂൾ ആയതുകൊണ്ട്, നിങ്ങൾ ഒരു മണ്ടനായതുകൊണ്ടുമല്ല. നിങ്ങൾ അവനോട് മുഖത്ത് നോക്കി, അവന്റെ കണ്ണുകളിൽ നോക്കി, അവന്റെ തോളിൽ പിടിച്ച് അവനെ ചേർത്ത് നിർത്തി നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് അവനോട് പറയാതിരുന്നത്. നോട്ട് ബിക്കോസ് യു ആർ ടു യങ്, നോട്ട് ബിക്കോസ് യു ആർ ടു ഡംബ്, നോട്ട് ബിക്കോസ് യു ആർ ജലസ്. ഇനി നിങ്ങൾക്ക് അവനോട് അസൂയുള്ളത് കൊണ്ടുമല്ല. നിങ്ങൾ ഇനി നിങ്ങളുടെ സഹോദരനെ ചേർത്ത് പിടിച്ച് നിർത്തി എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന്, അത് വേണ്ട. അസൂയ, അങ്ങനെ ഒരു ജലസ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടുമല്ല. പിന്നെ ഓർ ഈവൻ മീൻ ഓർ ഇൻകേപ്പബിൾ. നിങ്ങൾ ഇനി മീൻ ആയതുകൊണ്ട്, നിങ്ങൾ വളരെ മോശമായതുകൊണ്ട്, വളരെ ചീപ്പായതുകൊണ്ടല്ല. ഓർ ഇൻകേപ്പബിൾ ഓഫ് ക്രൈങ് ഇൻ ദ പ്രസൻസ് ഓഫ് അനദർ മാൻ. ഇനി മറ്റൊരാളുടെ മുമ്പിൽ, ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ബ്രദർ, സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ബ്രദർ, നിങ്ങളുടെ ബ്രദറിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ അവനോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പം കരഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടും അല്ല. നോട്ട് ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് വർക്ക് ഈസ്. ഇതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? യു ഡോണ്ട് നോ വാട്ട് വർക്ക് ഈസ്. എന്താണ് യഥാർത്ഥത്തിൽ വർക്ക്, എന്താണ് യഥാർത്ഥത്തിൽ ജോലി എന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാതിരുന്നത്. ഏത് ചെയ്യാതിരുന്നത്? ഹോൾഡിംഗ് ഹിസ് വൈഡ് ഷോൾഡർ, ലുക്കിംഗ് ഇൻ ടു ഹിസ് ഐസ് ആൻഡ് holding him close together. You didn't utter the beautiful words in the world, I love you. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആ വാക്കുകൾ നിങ്ങൾ അവന്റെ കണ്ണുകളിൽ നോക്കി പറയാതിരുന്നത്. നോട്ട് ബിക്കോസ് യു ആർ ടു യങ്, നോട്ട് ബിക്കോസ് യു ആർ ടു ഡം, നോട്ട് ബിക്കോസ് യു ആർ ജലസ് ഓർ ഇൻകേപ്പബിൾ, or not because you are not ready to cry in the presence of another man. It is just because you don't know what work is. നിങ്ങൾക്കറിയില്ല എന്താണ് ജോലി എന്ന്. ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റിലും ഡേയിലും എല്ലാം കഠിനമായി ജോലി ചെയ്യുന്ന, അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ അവനെ ക്ലോസ് ആയിട്ട് നിർത്തി, അടുത്ത് നിർത്തി അവനെ ചുംബിക്കുമായിരുന്നു, അവന്റെ കവിളിൽ ചുംബിക്കുമായിരുന്നു, അവന്റെ കണ്ണുകളിൽ നോക്കി നിങ്ങൾ പറയുമായിരുന്നു നിങ്ങൾക്ക് അവനോട് ഇഷ്ടമാണെന്ന്. ഇതാണ് നമ്മുടെ ഫിലിപ്പ് ലെവിന്റെ വാട്ട് വർക്ക് ഈസ് എന്ന് പറയുന്ന ഈ കവിത. ഇത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വായിക്കുക, വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എക്സാം എടുത്തു വരുന്നു, അതിന്റെ പ്രിപ്പറേഷൻ നന്നായി നടത്തുക. അങ്ങനെ ഈ 2 സെഷനായിട്ട് ഈ പോയം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് മറ്റ് ഒരു ലെസണുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ.